ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക്, പ്രത്യേകിച്ച് കുവൈറ്റ്, ദുബായ്, സൗദി, ഒമാൻ ഇങ്ങനെയൊക്കെ നമ്മൾ പല രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അക്കൗണ്ടൻറ്റുമാർക്കൊക്കെ എല്ലാ കമ്പനികളിലും വേക്കൻസി ഉണ്ട്. സോ അങ്ങനെ ജോലിക്ക് കടന്നു പോകുന്നവർക്ക് ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതേപോലെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അതേപോലെ നമ്മുടെ വീഡിയോയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഓരോ ക്വസ്റ്റിലേക്ക് കടക്കുന്നത് പോലെ ആദ്യം നമ്മൾ എന്തിനകത്തോടൊക്കെ നമ്മൾ ഈ വീഡിയോ കടന്നു പോകുന്നതെന്നൂടെ നോക്കാം. വാറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഗൾഫ് കൺട്രീസിലെ ചില രാജ്യങ്ങളൊക്കെ ഇപ്പോൾ വാറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിലെ വാറ്റ് സിസ്റ്റവുമായിട്ട് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് അത് നമ്മൾ പഠിക്കണം. രണ്ടാമത്, നമ്മൾ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടി കറൻസി ട്രാൻസാക്ഷൻസ്, USD, യൂറോ ഇങ്ങനെയൊക്കെയുള്ള മറ്റ് കറൻസികളുമായിട്ടുള്ള വ്യാപാരങ്ങൾ, ട്രേഡിംഗ് ഒക്കെ നടക്കുന്നത് കാരണം അതെങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമുക്ക് ഉള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. മൂന്നാമതായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ബഡ്ജറ്റ് വേരിയൻസ് അനാലിസിസ്. ഓക്കെ, അത് ഗൾഫിലെ ഒരു പ്രധാന പരിപാടിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ കോസ്റ്റ് കണക്കാക്കുക, അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, വേരിയൻസ് അനാലിസിസ് ചെയ്യുക, ബഡ്ജറ്റ് ഉണ്ടാക്കുക, അതിൻ്റെ വേരിയസ് അനാലിസിസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. രണ്ടാമത് ഫിക്സഡ് അസറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫിക്സഡ് അസറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിപ്രിസിയേഷൻ, അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കൺസെപ്റ്റും ആപ്ലിക്കേഷൻസും നമുക്ക് പഠിച്ചിരിക്കണം. ഫൈനലി, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ അണ്ടർ ടൈറ്റ് ഡെഡ് ലൈൻസ്, എ കോർ കോമ്പിറ്റൻസ് എവരി ഗൾഫ് എംപ്ലോയർ എക്സ്പെക്ട്സ്. അപ്പം അവസാനമായിട്ട് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻസിൻ്റെ കാര്യങ്ങളൂടെ നമ്മൾ നോക്കും. അപ്പോൾ നമ്മൾ ഈ എടുത്ത ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കുവാൻ സാധ്യതയുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. നമുക്കപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഡു യു ഹാൻഡിൽ വാറ്റ് ഇംപ്ലിമെൻറ്റേഷൻ എ കമ്പനി ദാറ്റ് പ്രീവിയസ്ലി ഓപ്പറേറ്റ് ഇൻ എ വാറ്റ് ഫ്രീ എൻവയോൺമെൻറ്റ്? നേരത്തെ വാറ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്ത്, അങ്ങനെ ഒരു സ്ഥലത്ത് കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, എന്നാൽ ഇപ്പോൾ വാറ്റ് വരുന്നു, വാറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്കറിയാം, UAE 5% വാറ്റ് 2018, അതേപോലെ സൗദി അറേബ്യയിലും ആ സമയത്ത് 15% വാറ്റ് ഈടാക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മറ്റുള്ള ഗൾഫ് കൺട്രീസ് ഇങ്ങനെയുള്ള വാറ്റ് ടാക്സ് സിസ്റ്റംസൊക്കെ അവരും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിലെ GST ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാണും, എന്നാലും ഗൾഫിലെ വാറ്റ് സിസ്റ്റം അല്പം ഡിഫറെൻ്റ് ആണ്. സോ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ആദ്യമായിട്ട് വാറ്റിൻ്റെ രജിസ്ട്രേഷൻ ത്രഷോൾഡ്, നമ്മൾ പുതിയതായിട്ടൊരു കമ്പനിയിൽ വാറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കും നമ്മുടെ ആനുവൽ ടേൺ ഓവർ. UAE സംബന്ധിച്ച് 3,75,000 AED ടേൺ ഓവർ, ആനുവലി ടേൺ ഓവർ ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലേ? ഷോ ദാറ്റ് യുവർ അണ്ടർസ്റ്റാൻഡ് വെൻ എ കമ്പനി നീഡ്സ് ടു രജിസ്റ്റർ. അപ്പം നിങ്ങൾക്കറിയാം എത്ര ത്രഷോൾഡാണ്. ഞാനിപ്പോൾ ഈ പറയുന്നത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ UAE ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് UAE എത്രയാണോ ആനുവൽ ടേൺ ഓവർ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അത് നിങ്ങൾ പറയണം. രണ്ടാമത്, എക്സ്പ്ലെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സം സപ്ലൈസ് ലൈക്ക് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി റെൻറ്റൽസ് ആൻഡ് സീറോ റേറ്റഡ് സപ്ലൈസ് ലൈക്ക് എക്സ്പോർട്ട് ആൻഡ് എസെൻഷ്യൽ ഫുഡ് ഐറ്റംസ്. അപ്പോൾ നമുക്കറിയാം ചില കാര്യങ്ങൾക്ക് എക്സംഷൻ ഉണ്ട് വാറ്റിൻ്റെ കേസിൽ. അത് ഏതൊക്കെ പ്രോഡക്റ്റിനാണ്, ഏതൊക്കെ ട്രേഡിനാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഗുഡ്സാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ അതിന് ടാക്സ് കൊടുക്കേണ്ട വരത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്, ഡിസ്കസ് വാറ്റ് റിട്ടേൺ ഫയലിംഗ്. ഇൻ മോസ്റ്റ് ഗൾഫ് കൺട്രീസ് ഇറ്റ് ഇസ് ക്വാർട്ടർലി ആൻഡ് ദർ ആർ പെനാൽറ്റീസ് ഫോർ ലേറ്റ് ഫയലിംഗ്. മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും? വാറ്റ് ഫയലിങ്ങിനെ പറ്റിയാണ്, അതിൻ്റെ ഡ്യൂ ഡേറ്റ് നോക്കുന്നതിനെ പറ്റിയൊക്കെ ആയിരിക്കും. അപ്പം 3 കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ആൻസർ പറയുന്ന സമയത്ത് എന്തൊക്കെയാണ്, ത്രഷോൾഡ് എത്രയായിരിക്കും, എത്ര ആണെങ്കിലാണ് വാറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഏതൊക്കെ ഗുഡ്സ് ആൻഡ് സപ്ലൈസിനാണ് വാറ്റ് ഫ്രീ ആയിട്ടുള്ളത്, അതേപോലെ ക്വാർട്ടർലി ആണോ, ഏത് പീരീഡ് അനുസരിച്ചാണ് നമ്മൾ വാറ്റ് ഫയൽ ചെയ്യേണ്ടത്, അതിൻ്റെ ഡ്യൂ ഡേറ്റ്, അതിൻ്റെ പെനാൽറ്റി, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. റിമെമ്പർ ദ ഇൻ്റർവ്യൂ വാണ്ട്സ് ടു സീ ദാറ്റ് യു ക്യാൻ അഡാപ്റ്റ് യുവർ ഇന്ത്യൻ ടാക്സ് നോളജ് ടു ഗൾഫ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നിങ്ങളെ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ നോക്കുന്നത്, നിനക്ക് ഈ ടാക്സ് ഉണ്ടെങ്കിൽ നീ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, അതിനെപ്പറ്റി നമുക്കറിയാം, അങ്ങനെയുള്ളൊരു ഐഡിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. നമുക്ക് ഇന്ന കാര്യങ്ങളിലൂടെ നമ്മൾ ടച്ച് ചെയ്തു പോയാലും നമുക്ക് ഇന്ന കാര്യങ്ങൾ അറിയാവുന്നതാണ് അവർ നോക്കുന്നത്. മൂവിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Explain how you'd
account for foreign exchange gains and losses in trading company dealing with Indian suppliers and local Gulf customers. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ദുബായിൽ ജോലി ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറച്ച് സാധനം ഇന്ത്യയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ ദുബായിൽ വിൽക്കുകയാണെങ്കിൽ അവിടെ രണ്ട് കറൻസി ഉണ്ട്. നമ്മൾ മേടിക്കുന്ന ചിലപ്പോൾ ഇന്ത്യൻ കറൻസി നമ്മൾ സപ്ലയേഴ്സിന് കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ദിർഹത്തിലായിരിക്കും. സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മൾട്ടി കറൻസി ട്രാൻസാക്ഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടിട്ട് വരും. ഒന്നാമതായിട്ട് സ്റ്റാർട്ട് വിത്ത് എക്സ്ചേഞ്ച് റേറ്റ് സെലക്ഷൻ. എക്സ്പ്ലെയിൻ വെൻ ടു യൂസ് സ്പോട്ട് റേറ്റ്സ് വേഴ്സസ് ആവറേജ് റേറ്റ്. നമ്മൾ ഡെയിലി റേറ്റ് എടുക്കേണ്ട സമയമുണ്ട്. അതേപോലെ നമ്മൾ ക്ലോസിങ്ങിൻ്റെ സമയത്ത് മന്ത്ലി ആവറേജ് എടുക്കേണ്ട സമയമുണ്ട്. അപ്പം ആ കാര്യത്തെപ്പറ്റി നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഫോർ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് യു ടിപ്പിക്കലി യൂസ് ദ റേറ്റ് ഓൺ ദ ട്രാൻസാക്ഷൻ ഡേറ്റ്. ഡേ ടു ഡേ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ റേറ്റ് എടുക്കേണ്ടത്, അതായത് ഫോറക്സ് റേറ്റ് എടുക്കേണ്ടത് ഏതാണ്, അന്നത്തെ റേറ്റ് എടുക്കണം. അതേപോലെ മന്ത്ലി റിപ്പോർട്ടുകളൊക്കെ നമ്മൾ മന്ത്ലി ഉണ്ടാക്കുന്നതിനകത്തൊക്കെ നമുക്ക് ആവറേജ് റേറ്റ് എടുക്കുക. അതായത് 30-31 ദിവസത്തേൻ്റെ ആവറേജ് ഒരു റേറ്റ് കിട്ടിയിട്ട് അതെടുക്കണം. നെക്സ്റ്റ് ഡിസ്കസ് റീവാലുവേഷൻ. അറ്റ് ദ മന്ത് എൻഡ് യു നീഡ് ടു റീവാലുവേറ്റ് ഓൾ ഫോറിൻ കറൻസി ബാലൻസസ്. അക്കൗണ്ട് റിസീവബിൾ ഇൻ റുപ്പീസ്, അക്കൗണ്ട്സ് പേയബിൾ ഇൻ ഡോളേഴ്സ്, ഓൾ നീഡ് ടു അഡ്ജസ്റ്റ്മെൻറ്റ് ടു കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ്. നമ്മുടെ മന്തിൻ്റെ ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട്സ് പേയബിളും അക്കൗണ്ട്സ് റിസീവബിളും നമ്മൾ അതിൻ്റേതായിട്ടുള്ള കറൻസിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ റീവാലുവേഷൻ ചെയ്യണം. നമ്മൾ കറക്റ്റ് ആക്കുക എന്ന് പറയും അല്ലേ. ആ സമയത്ത് മന്ത്ലി ആവറേജ് അനുസരിച്ച് നമ്മുടെ എത്രയാണോ നമ്മുടെ ബാലൻസുകൾ അതിനെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ ഹെഡ്ജിങ്, ഫോർവേഡ് കോൺട്രാക്ട്സ്, അതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റി പരാമർശിക്കണമെന്നില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ, അതുപോലത്തെ നല്ല കമ്പനിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഫ് ദ കമ്പനി യൂസസ് ഫോർവേഡ് കോൺട്രാക്ട്സ് ഓർ അതർ ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, എക്സ്പ്ലെയിൻ ഹൗ ദീസ് ആർ അക്കൗണ്ടഡ് ഫോർ. ഫൈനലി എക്സ്പ്ലെയിൻ P&L ഇമ്പാക്റ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കറൻസി എക്സ്ചേഞ്ച് റേറ്റിൻ്റെയും കറൻസി റീവാലുവേഷൻ്റെ, അതായത് ഗെയിനും ലോസും എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്ന് നോക്കുക. പൊതുവേ എന്ന് പറഞ്ഞാൽ അൺറിയലൈസ്ഡ് ഗെയിൻസ് ആൻഡ് ലോസസ് ഫ്രം റീവാലുവേഷൻ ഓൾസോ ഹിറ്റ് ദ P&L, ബട്ട് സം കമ്പനീസ് ഷോ ദിസ് സെപ്പറേറ്റ്ലി. So realized gains and losses from settled transaction go directly to profit and loss account. And normally അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ചില കമ്പനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇതിനെ കാണിക്കാതെ ഇരിക്കുന്ന അവസ്ഥകളുണ്ട്. എംപ്ലോയീസ് ലവ് കാൻഡിഡേറ്റ്സ് ഹു ക്യാൻ ബ്രിഡ്ജ് ദെയർ ഇന്ത്യൻ എക്സ്പീരിയൻസ് വിത്ത് ഗൾഫ് റിക്വയർമെൻറ്റ്സ്. അപ്പം പൊതുവേ നമുക്ക് ഇന്ത്യയിൽ നമ്മൾ ഫോറക്സ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക. Next, cost accounting and budget analysis. Our third question focuses on analytical skills. How would you analyze and explain significant budget variance in manufacturing companies' monthly financial report? അപ്പം ബഡ്ജറ്റിൻ്റെ, നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാകുന്നതിൻ്റെ വേരിയസ് അനലൈസ് ചെയ്യുന്ന ജോലി. ഗൾഫ് കമ്പനീസ്, എസ്പെഷ്യലി മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ, ലവ് ഡീറ്റെയിൽഡ് അനാലിസിസ്. ദേ വാണ്ട് അക്കൗണ്ടൻറ്റ് ഹു ഡോണ്ട് ജസ്റ്റ് റെക്കോർഡ് ദ നമ്പേഴ്സ് ബട്ട് can explain what those numbers mean. ഓക്കെ, നമ്മളിപ്പം അത് മനസ്സിലാക്കിയിരിക്കുക. ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ നമ്മൾ ബഡ്ജറ്റ് അനലൈസ് ചെയ്യണം. എന്താണ് പറ്റിയത്, എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആ നമ്പേഴ്സിനെ അത് മീനിങ് ഫുള്ളായിട്ട്, നമ്മുടെ റിപ്പോർട്ടുകളെ മീനിങ് ഫുള്ളായിട്ട് മാനേജ്മെൻറ്റിനോട്ട് പറയേണ്ടതായിട്ട് വരും. സോ ഫസ്റ്റ്, എസ്റ്റാബ്ലിഷ് യുവർ വേരിയസ് അനാലിസിസ് ഫ്രെയിംവർക്ക്. Explain that you will look at the material variance, labor variance, overhead variance separately, each tell a different story. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും അപ്പുറമായിട്ട് ലേബറിൻ്റെ കോസ്റ്റ് കൂടുകയും കുറഞ്ഞും വരാം, ഓവർ ഹെഡുകൾ ചിലവുകൾ നമ്മുടെ കൂടിയും കുറഞ്ഞും വരാം, അതേപോലെ മെറ്റീരിയൽ എക്സ്പെൻസസ്, മെറ്റീരിയൽ വേരിയൻസസ്, ഇതൊക്കെ നമുക്ക് വന്നിരിക്കാം. ഫോർ മെറ്റീരിയൽ വേരിയൻസസ്, ബ്രേക്ക് ഇറ്റ് ഡൗൺ ഫർദർ. പ്രൈസ് വേരിയൻസ് ഫസ്റ്റ്, ക്വാണ്ടിറ്റി വേരിയൻസ്, ഡിഡ് വി പേ മോർ പെർ യൂണിറ്റ്, did we use more units than planned? These have different root causes and solutions. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും പൈസ മെറ്റീരിയലിന് കൂടിയിട്ടുണ്ടോ, അതേപോലെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ കുറേ കട്ട ബ്രിക്സ് നമ്മൾ മേടിച്ചു, നമ്മൾ മേടിക്കാൻ പ്ലാൻ ചെയ്തു, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ബ്രിക്സ് വേണ്ടി വന്നു, അല്ലെങ്കിൽ ബ്രിക്സിൻ്റെ വില നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ വന്നു. അപ്പം അങ്ങനെയുള്ള വേരിയൻസ് അനാലിസിസ് ഉണ്ട്. അപ്പോൾ മെറ്റീരിയലിനായിട്ട് പ്രത്യേകം വേരിയൻസ് ചെയ്യുക. അതേപോലെ ലേബർ വേരിയൻസ് എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ റേറ്റ് വേരിയൻസ് വേഴ്സസ് എഫിഷ്യൻസി വേരിയൻസ്.
നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ പൈസ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഒന്നിലെ വേജസ് കൂടുതൽ വന്നായിരിക്കും, എല്ലാവരും കൂടുതൽ നേരം വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നായിരിക്കും. സോ അങ്ങനെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നോക്കുക. അടുത്ത ഓവർ ഹെഡ് വേരിയൻസ് ആണ്. ലുക്ക് അറ്റ് ദ വോളിയം വേരിയൻസസ് വേഴ്സസ് സ്പെൻഡിങ് വേരിയൻസസ്. ആർ വി പ്രൊഡ്യൂസിങ് ലെസ് ദാൻ പ്ലാൻ ഓർ ആർ ഫിക്സഡ് കോസ്റ്റ് ഹയർ ദാൻ ദ ബഡ്ജറ്റഡ്. നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഉണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ച് പ്രൊഡക്ഷൻ കുറയുകയും കൂടുകയും ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് കൂടുകയും കുറയുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സോ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലേ, അതുകൊണ്ടാണോ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ റെൻറ്റ് കൊടുക്കേണ്ടി വന്നു, കൂടുതൽ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് ഏതെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? സോ അങ്ങനെയുള്ള ഓവർ ഹെഡ് അനാലിസിസ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഈ ആൻസറിനെ ആക്കുക. നമ്മൾ എന്തൊക്കെ ടച്ച് ചെയ്യണമെന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. Then move to root cause analysis. Don't just calculate variances, explain them. Market price increases, supplier issues, training needs, equipment problems. These are the real explanation management wants. അപ്പോൾ എന്തുകൊണ്ടാണ്, ഏത് കാരണത്താലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നത്? മാർക്കറ്റ് പ്രൈസിൻ്റെ പ്രശ്നമാണോ, സപ്ലയേഴ്സിൻ്റെ പ്രശ്നമാണോ, ട്രെയിനിങ്ങിന് എംപ്ലോയീസ് ട്രെയിനിങ് വേണ്ടതാണോ, എക്യുപ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് നമ്മുടെ കോസ്റ്റിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിനകത്ത് ചേഞ്ചസ് വന്നതെന്നുള്ള കാര്യം നമ്മൾ പറയുക. പിന്നീട് ഫൈനലി പ്രസൻറ്റ് റെക്കമെൻഡേഷൻ. ഇഫ് മെറ്റീരിയൽ പ്രൈസസ് ഇൻക്രീസ് ഷുഡ് വി ഫൈൻഡ് ന്യൂ സപ്ലയേഴ്സ് ഓർ അഡ്ജസ്റ്റ് സെല്ലിംഗ് പ്രൈസ്? ഇഫ് ലേബർ എഫിഷ്യൻസി ഡൗൺ ഡു വി നീഡ് ട്രെയിനിങ് ഓർ പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്സ്? സോ അപ്പം നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മൾ ജസ്റ്റ് എങ്ങനെ വേരിയൻസ് കണ്ടുപിടിക്കണമെന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അതിനെ എങ്ങനെ നമുക്ക് ശരിയാക്കാമെന്നുള്ള ഒരു അഭിപ്രായം കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പം ഇത് ഞാൻ വളരെ ലെങ്തായിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ എഴുതി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ആൻസർ റെഡിയാക്കി വെക്കുക, അത് മാത്രമേ നിങ്ങൾ പറയാവൂ. അടുത്ത ക്വസ്റ്റ്യൻ ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എക്സ്പ്ലെയിൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ എ കമ്പനി വെഹിക്കിൾ പർച്ചേസ്ഡ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസ് ആൻഡ് ഇറ്റ്സ് ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ. ഇൻസ്റ്റാൾമെൻറ്റ് മേടിച്ചൊരു വണ്ടിയുടെ ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യണം? ദ ക്വസ്റ്റ്യൻ ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അസറ്റ് ക്യാപിറ്റലൈസേഷൻ ആൻഡ് ഫൈനാൻസിങ്, വെരി കോമൺ സിനാരിയോസ് ഇൻ ഗൾഫ് ബിസിനസ്. സോ ഫസ്റ്റായിട്ട് നമ്മൾ അസറ്റ് ക്യാപിറ്റലൈസ് ചെയ്യുന്നതിനെ പറ്റി പറയാം. ദ വെഹിക്കിൾ കോസ്റ്റ് ഇൻക്ലൂഡ്സ് ദ പർച്ചേസ് പ്രൈസ് പ്ലസ് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ലൈക്ക് രജിസ്ട്രേഷൻ, ഇൻഷുറൻസ് ഡ്യൂറിങ് ഡെലിവറി, ഇനീഷ്യൽ മോഡിഫിക്കേഷൻ. നമ്മളൊരു സാധനം മേടിച്ചാൽ അതിൻ്റെ ഇൻഷുറൻസ്, അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ചിലവ്, അതിൻ്റെ ഇനീഷ്യൽ മോഡിഫിക്കേഷൻ, ഇതെല്ലാം നമ്മൾ ആ ഫിക്സഡ് കോസ്റ്റിൽ തന്നെ കാണിക്കുക. ഇഫ് ദർ ആർ ഫൈനാൻസിങ് ചാർജസ് യു നീഡ് ടു ഡിസൈഡ് വെദർ ടു ക്യാപിറ്റലൈസ് ദം ഓർ എക്സ്പെൻസ് ദം. ദിസ് ഡിപ്പെൻസ് ഓൺ ദ കമ്പനി പോളിസി ആൻഡ് മെറ്റീരിയലിറ്റി. അതേപോലെ നമ്മളുടെ നമ്മളിപ്പോൾ ലോൺ എടുത്തിട്ടാണ് നമ്മളൊരു സാധനം മേടിക്കുന്ന, ഒരു വെഹിക്കിൾ മേടിക്കുന്നതെങ്കിൽ അതിന് ലോൺ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തോ വേണ്ട എന്നുള്ളത് മാനേജ്മെൻറ്റ് ഡിസിഷൻ അനുസരിച്ചാണ് നമ്മൾ ആ കാര്യം എടുക്കുന്നത്. രണ്ടാമതായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് അക്കൗണ്ടിങ്. The vehicle goes on your books at full cost immediately. Even though you are paying in installment, unpaid amount become liability, either current or non-current depending on payment terms. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു അസറ്റ് മേടിച്ചത് കടത്തിനാണ് മേടിച്ചെങ്കിലും നമ്മളതിനെ അസറ്റായിട്ട് തന്നെ കണ്ടിട്ട് നമ്മൾ കടം കൊടുക്കാനുള്ള പൈസയെ നമ്മൾ ലൈബിലിറ്റി സൈഡിൽ ലോങ് ടൈമോ കറണ്ട് ലൈബിലിറ്റി ആയിട്ടോ നമ്മൾ കാണിക്കും. ഇതിൻ്റെ ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതൊക്കെ അക്കൗണ്ടിങ് ആയിട്ട് വളരെ ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. അതിനെപ്പറ്റി നിങ്ങൾ കൂടുതലായിട്ട് സംശയം ഉണ്ടെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സെർച്ച് ചെയ്യുക. എന്താണ് കറണ്ട് ലൈബിലിറ്റി, എന്താണ് കറണ്ട് അസറ്റ്, അല്ലെങ്കിൽ എന്താണ് ലോങ് ടൈം ലൈബിലിറ്റി, എന്താണ് ലോങ് ടൈം അസറ്റ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അത് ഞാൻ വേറെ ക്ലാസ്സായിട്ട് സെപ്പറേറ്റ് തരുന്നതായിരിക്കും. തേർഡ്, ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ. എക്സ്പ്ലെയിൻ ബോത്ത് സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്സ് ഇൻ ഗൾഫ്. സ്ട്രെയിറ്റ് ലൈൻ ഈസ് മോർ കോമൺ ഫോർ വെഹിക്കിൾസ്. ടിപ്പിക്കലി company vehicle might depreciate over 4 to 5 years with 10 to 15 residual value. അപ്പോൾ നമുക്ക് ഗൾഫിൽ പൊതുവെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് ഡിപ്രിസിയേഷൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലുണ്ട്. നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈനും ഉണ്ട്, റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡും ഉണ്ട്. ഇത് രണ്ടിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അടുത്തായിട്ട് ഓൺ ഗോയിങ് കോസ്റ്റ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റലൈസ്ഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ദാറ്റ് എക്സ്റ്റെൻഡ് ലൈഫ് ഫോർ എൻഹാൻസ് വാല്യൂ വേഴ്സസ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ദാറ്റ് കീപ്സ് ദ അസറ്റ്സ് ഇൻ വർക്ക് കണ്ടീഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെയധികം പിന്നീട് നമ്മളൊരു അസറ്റിനെ വീണ്ടും നമ്മൾ പുതുക്കി അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ക്യാപിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വീണ്ടും ഒരു ഫിക്സഡ് അസറ്റായിട്ട് കാണുന്നു. എന്നാൽ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മളതിനെ മെയിൻ്റെനൻസ് എക്സ്പെൻസ് ആയിട്ട് മാത്രമേ കാണിക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്തത് ഫൈനലി ഡിസ്പോസൽ അക്കൗണ്ടിങ്. വെൻ ദ വെഹിക്കിൾ ഈസ് സോൾഡ്, കമ്പയർ സെയിൽസ് പ്രൊസീഡ്സ് വിത്ത് ബുക്ക് വാല്യൂ ടു കാൽക്കുലേറ്റ് ഗെയിൻ ഓർ ലോസ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്.
നമ്മൾ കൊടുക്കുന്ന സമയത്ത് സ്ക്രാപ്പോ അല്ലെ അങ്ങനെ അവസാനം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡിപ്രിസിയേഷനൊക്കെ കുറച്ച് ബുക്ക് വാല്യൂമായിട്ട് നമ്മുടെ സെല്ലിംഗ് പ്രൈസുമായിട്ട് നമ്മൾ നോക്കും, നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ഉള്ളതെന്ന് നമ്മൾ നോക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ. അവർ ക്വസ്റ്റ്യൻ ടെസ്റ്റ് യുവർ എബിലിറ്റി ടു work under pressure. How would you ensure accurate monthly financial statements preparation within tight deadlines while maintaining Gulf audit trail documentation? അതായത് നമ്മൾ തിരക്കുള്ള സമയത്ത് എങ്ങനെ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നു. ഗൾഫ് കമ്പനീസ് ടിപ്പിക്കലി വൺ മന്ത്ലി ഫൈനാൻഷ്യൽ വിത്തിൻ 5 to 7 വർക്കിംഗ് ഡേയ്സ് ഓഫ് മന്ത്. ആൻഡ് ദിസ് റിക്വയർസ് എക്സലൻറ്റ് ഓർഗനൈസേഷൻ ആൻഡ് പ്രോസസ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം ഗൾഫിലാണെങ്കിലും മിക്ക സ്ഥലങ്ങളാണെങ്കിലും ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത മാസത്തെ ഒരു 10ാം തീയതിക്ക് മുന്നേ തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ റിപ്പോർട്ട് മന്ത്ലി റിപ്പോർട്ട് ഉണ്ടാക്കി അയക്കേണ്ടതായിട്ട് വരും. അതുതന്നെയാണ് ഗൾഫിലും സംഭവിക്കുന്നത്. ഫസ്റ്റ്, ക്രിയേറ്റ് എ മന്ത് ആൻഡ് ക്ലോസിംഗ് ചെക്ക് ലിസ്റ്റ്. ദിസ് ഷുഡ് ഇൻക്ലൂഡ് ഓൾ റിക്കറിംഗ് എൻട്രീസ്, അക്രൂവൽസ്, പ്രീപേയ്മെൻറ്റ്, ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ, അസൈൻ ഈച്ച് ഐറ്റം ഇൻ ഡെഡ് ലൈൻ ആൻഡ് റെസ്പോൺസിബിൾ പേഴ്സൺ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഓരോ കാര്യങ്ങൾ തീർത്തു പോവുക. രണ്ടാമതായിട്ട്, ഇംപ്ലിമെൻറ്റ് കട്ട് ഓഫ് പ്രൊസീജിയേഴ്സ്. എൻഷുർ ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ കറക്റ്റ് പീരീഡ്. This is especially important for inventory movements and revenue recognition. അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം എന്താണ്, എൻഷുർ ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദ കറക്റ്റ് പീരീഡ്. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നു. കറക്റ്റായിട്ട് നമ്മുടെ എക്സ്പെൻസ് ഇൻകം നമ്മൾ കറക്റ്റ് പീരീഡിൽ തന്നെ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ഉറപ്പാക്കിയിരിക്കണം. മൂന്നാമതായിട്ട്, ഫോക്കസ് ഓൺ ബാങ്ക് റെക്കൺസിലിയേഷൻ. ദിസ് ഓഫൺ കോസ് ഡിലേയ്സ്, സോ പ്രയോറിറ്റൈസ് ക്ലിയറിങ് ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റംസ് പ്രോംപ്റ്റ്ലി. നമുക്കറിയാം നമ്മൾ സമയം എടുക്കുന്നതാണ്. നമ്മൾ മന്ത് എൻഡിൽ നമ്മുടെ ബാങ്കിൻ്റെ റെക്കൺസിലിയേഷൻ കറക്റ്റായിട്ട് നടത്തിയിരിക്കണം. ദീസ് ഷെഡ്യൂൾസ് ഷുഡ് റിക്കൺസൈൽ ടു യുവർ ജനറൽ ലെഡ്ജർ. ഫിഫ്ത്ത്, ഇംപ്ലിമെൻറ്റ് റിവ്യൂ റവന്യൂ പ്രൊസീജിയർ. ഹൗ സമ്മൺ ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ കീ കാൽക്കുലേഷൻസ് ആൻഡ് ജേണൽ എൻട്രീസ്. ദിസ് കാച്ചസ് എറേഴ്സ് ബിഫോർ ദ റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഒരാളെയും കൊണ്ട് തന്നെ, നമ്മുടെ മാനേജറിനെയും കൊണ്ടല്ലേ നമ്മുടെ കൊളീഗിനെയും കൊണ്ട് നമ്മളത് റിവ്യൂ ചെയ്തിരിക്കണം. കാരണം നമ്മൾ ഫൈനലായിട്ട് ആ പ്രിപ്പറേഷൻ ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ. പിന്നീട്, മെയിൻറ്റെയിൻ യുവർ ഓഡിറ്റ് ട്രയൽ. എവരി ജേണൽ മസ്റ്റ് എൻട്രി നീഡ്സ് പ്രോപ്പർ ഓതറൈസേഷൻ ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റേഷൻ. യൂസ് കൺസിസ്റ്റൻറ്റ് നമ്പറിംഗ് സിസ്റ്റം ആൻഡ് ഫയൽ ഡോക്യുമെൻറ്റ് സിസ്റ്റമാറ്റിക്കലി. ഓഡിറ്റുകാർ ചോദിക്കുമ്പോൾ എല്ലാം എടുത്തു കൊടുക്കാൻ തക്കണം, കറക്റ്റായിട്ടായിരിക്കണം നമ്മളെല്ലാം ഡോക്യുമെൻറ്റ് ചെയ്യേണ്ടത്. അവസാനമായിട്ട് നിങ്ങളുടെ സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് ടാലി അറിയാം, അല്ലെങ്കിൽ ക്വിക്ക് ബുക്സ് അറിയാം, നിങ്ങൾക്ക് IFRS അറിയാം, റൂൾസ് അറിയാം, അതൊക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിരിക്കണം. പിന്നീട് നിങ്ങളുടെ GST എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയണം. പിന്നീട് നിങ്ങൾക്ക് അഡാപ്റ്റബിലിറ്റി, നിങ്ങൾക്കൊരു കാര്യം നന്നായിട്ട് ചെയ്തെടുക്കാം, എളുപ്പം എനിക്ക് പഠിച്ചെടുക്കാമെന്നുള്ള കാര്യം നിങ്ങൾ പോസിറ്റീവായിട്ട് പറയണം. അതേപോലെ സർട്ടിഫിക്കേഷൻസ് ACCA CMA ഉണ്ടെങ്കിൽ അത് CVയിൽ വെക്കുകയും അതിൻ്റെ കാര്യങ്ങൾ പറയുകയും ചെയ്യണം. സോ പിന്നീട് നമ്മളൊരു ടീം പ്ലെയറാണ്, നമ്മൾ നന്നായിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരാണെന്നൊക്കെയുള്ള ഒരു രീതിയിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പറയണം. സോ നമ്മൾ കുറേ അധികം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ നോക്കി, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറേ നേരം എടുത്ത് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ. ഞാൻ തന്നെ ഒത്തിരി പറയരുതെന്ന് ഓർത്താണ് തുടങ്ങുന്നത്, എന്നാൽ ഞാനത് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് മലയാളത്തിൽ പറയാൻ ശ്രമിക്കുകയാണ്. സോ നിങ്ങൾക്കത് പ്രയോജനമാകട്ടെ. ഇംഗ്ലീഷിൽ വായിക്കുന്നത് നിങ്ങൾക്ക് കുറേയധികം വേർഡ്സ് നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. അപ്പോൾ സ്ലോ ആയിട്ട് ഒന്നുകൂടെ ശാന്തമായിട്ടിരുന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഞാനത് ഒത്തിരി എഡിറ്റ് ചെയ്യാതാണ് ഇടുന്നത്, കാരണം കുറേയധികം വീഡിയോ ഇടണമെങ്കിൽ നമ്മൾ ഒത്തിരി പെർഫെക്ഷൻ നോക്കിയിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എത്തിക്കുക, ഗുണമുള്ള എക്സ്പ്ലനേഷൻസ് പറയുക. എനിവേ, ഗുഡ് ലക്ക്. നമുക്ക് സ്കിൽസ്, നമ്മുടെ നോളജും വെച്ച് നമുക്ക് ജീവിതത്തിൽ ശരിക്കും സക്സസ് ആകാൻ സാധിക്കും. സോ കീപ് ട്രൈങ് ഫോർ ജോബ്സ്. നല്ലൊരു കരിയറിൽ എത്തിച്ചേരട്ടെ. താങ്ക് യു.